ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. സെയിൽസിൽ നമ്മൾ ചെയ്യുന്ന 3 മിസ്റ്റേക്സുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ പലതവണ സെയിൽസിന് വേണ്ടി ശ്രമിച്ചിട്ടും അത് ഫെയിലായി പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ 3 മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഫോക്കസിങ് മോർ ഓൺ യുവർ പ്രോഡക്റ്റ് റാദർ ദാൻ ദ കസ്റ്റമർ പ്രോബ്ലം എന്ന് പറയും. അതായത് എൻ്റെ പ്രൊഡക്റ്റിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ച് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രോഡക്റ്റ് എത്ര വലുതായാലും അല്ലെങ്കിൽ എത്ര നന്നായിരുന്നാലും കസ്റ്റമറിനെ സംബന്ധിച്ച് അത് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചില സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാറുണ്ട്. നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വാതാരോധം സംസാരിക്കുന്നു, പക്ഷേ അവരുടെ പ്രോബ്ലം എന്താണെന്നോ അത് സോൾവ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് കസ്റ്റമർ എന്നുള്ളതാണ്. യു കനോട്ട് സെൽ ടു എവറിബഡി, അല്ലേ? നമുക്ക് എല്ലാവരുടെ അടുത്തും നമ്മുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സെല് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് കസ്റ്റമർ. നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നതിലൂടെ നമ്മളുടെ സെല്ലിംഗ് കൂടുതൽ ഈസിയാകും. സോ കസ്റ്റമറെ ഐഡൻറ്റിഫൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് കസ്റ്റം മെയ്ഡ് അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് ദ സൊല്യൂഷൻ ഫോർ ദം. ഈ ഒരു രീതിയിലേക്ക് ഒരു സെയിൽസുകാരൻ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന ഉദാഹരണമാണ് മെഴ്സഡീസ് ബെൻസിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരിക്കലും ഒരു മാരുതി കാറ് വാങ്ങാൻ കഴിയുന്ന ആളുടെ അടുത്ത് പോയി എത്ര ഓഫർ കൊടുത്താലും അവിടെ ആ ബിസിനസ് നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മളുടെ റൈറ്റ് കസ്റ്റമർ അല്ല ആ വ്യക്തി എന്നുള്ളത് തന്നെ. ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെയിൽസിൽ നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫോളോ അപ്പ് എന്നുള്ളതാണ്. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് 90s-ലും 80s-ലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മെജോറിറ്റി ഓഫ് ദ സെയിൽസ് വിൽ ഹാപ്പൻ, അതായത് 80% ഓഫ് മോർ സെയിൽസ് വിൽ ഹാപ്പൻ ഇഫ് യു ഫോളോ അപ്പ് 5 or more ടൈംസ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആ കഥ മാറി. അന്ന് 5 തവണ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നൊരു പക്ഷേ 20 തവണയെങ്കിലും ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അന്ന് 5 തവണ നമ്മൾ ഇൻ പേഴ്സൺ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന് പകരം പല പല വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപക്ഷെ 8ഉം 10ഉം തവണ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി ഒരു 20 തവണയെങ്കിലും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് കൺവേർട്ട് ആകാനുള്ള ഹയർ ചാൻസുകൾ ഉണ്ടാകുന്നത്. So follow-ups is also very, very important. In fact, it's not follow-up. It is called follow-through. അപ്പോൾ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ 3 മിസ്റ്റേക്സുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഏരിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിന് സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ കയറി നിങ്ങളുടെ പെയിൻ ഏരിയാസ് അവിടെ അഡ്രസ്സ് ചെയ്യുക, നമ്മളുമായി ഷെയർ ചെയ്യുക. ഞങ്ങളത് അനലൈസ് ചെയ്ത് എന്ത് സൊല്യൂഷൻ, എന്ത് അസിസ്റ്റൻസ് അവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.